സച്ചിക്ക് കാർ എടുക്കാനുള്ള പണം അടയ്ക്കുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് മഹേഷേട്ടൻ സച്ചിയേട്ടനെ വിളിച്ച് ഒരു കൂട്ടുകാരന് വേണ്ടി വണ്ടി എടുക്കാൻ കൂടെ വരാമോ എന്ന് ചോദിക്കണമെന്നും സച്ചിയേട്ടനെ കൊണ്ട് വണ്ടി ഒന്ന് ഓടിപ്പിച്ച് നോക്കണമെന്നും രേവതി പറയുമ്പോൾ ഞാൻ സച്ചിനെ വിളിച്ചോളാമെന്നും മഹേഷ് പറയുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന ശ്രുതി നമ്മുടെ ബ്യൂട്ടി പാർലർ ബ്രാഞ്ചസിക്ക് കൊടുത്തുവെന്നും ബ്യൂട്ടി പാർലറുടെ പേര് ഗ്രീൻ ബ്രാൻഡ് എന്നാക്കിയെന്നും പറയുന്നു. ഇത് കേട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നു. ഇതേസമയം അവിടെ എത്തുന്ന ശ്രുതിയെ ചന്ദ്രമതി രൂക്ഷമായി നോക്കുകയും ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയതിനെ പറ്റി ചോദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ബ്രാഞ്ചസിക്ക് കൊടുത്താൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെയും അതുവഴി കൂടുതൽ ലാഭവും കിട്ടുമെന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി ചന്ദ്രമതിനെ കളിയാക്കുന്നു. തുടർന്ന് ഇനി ഞാൻ കുറെ ബ്രാഞ്ചുകൾ തുടങ്ങുമെന്നും അതിനെല്ലാം ഞാൻ ആന്റിയുടെ പേരിടുമെന്നും ശ്രുതി പറയുന്നു. ശേഷം എല്ലാവരുടെയും മുമ്പിൽ നാണം കെടാതിരിക്കാനായി എനിക്ക് ഒരു വിഷമവുമില്ലെന്നും നിന്റെ ബിസിനസ് വളരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്നും നീ ചെയ്തത് നല്ല കാര്യമാണെന്നും ചന്ദ്രമതി പറയുന്നു. ഇതൊക്കെ കേട്ട് ശ്രുതിക്ക് സമാധാനമാകുന്നു. പിന്നീട് പേര് മാറ്റിയതിൽ അമ്മയ്ക്ക് ഒരു വിഷമവുമില്ലെന്ന് രേവതി പറയുമ്പോൾ അമ്മയുടെ സ്വഭാവം വെച്ച് പൗഡറേട്ടത്തിന് വെറുതെ വിടാൻ സാധ്യതയില്ലെന്ന് സച്ചി പറയുന്നു. പിന്നീട് മുറിയിലെത്തുന്ന ചന്ദ്രമതി ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയതിന് ശ്രുതിയോട് പൊട്ടിത്തെറിക്കുന്നു. തുടർന്ന് ആന്റി മുടക്കിയ കാശ് ഞാൻ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങി തന്നില്ലേ എന്ന് ചോദിച്ച് ശ്രുതി തിരികെ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു. ശേഷം ചന്ദ്രമതി ശ്രുതിയെ തല്ലാനൊരുങ്ങുകയും ഞാനാണ് ഈ വീട് ഭരിക്കുന്നതെന്നും പറയുന്നു. തുടർന്ന് നീ കാരണം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കപ്പെട്ടുവെന്നും നീ ചെയ്ത ഈ ചതി ഞാൻ ഒരിക്കലും മറക്കില്ലെന്നും ഞാൻ അറിയാതെ ഇനി നീ എന്തെങ്കിലും ചെയ്താൽ ചന്ദ്രമതിയുടെ തനി നിറം നീ അറിയുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിനെ ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് എന്നെ പറ്റിയുള്ള സത്യങ്ങൾ ഇവരറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നോർത്ത് ശ്രുതി ടെൻഷൻ അടിക്കുന്നു. പിന്നീട് മഹേഷ് സച്ചിനെ വിളിച്ച് എന്റെ ഒരു കൂട്ടുകാരന് വേണ്ടി കാർ നോക്കാൻ നീ കൂടി വരണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതോടെ സച്ചി വരാമെന്ന് സമ്മതിക്കുന്നു. തുടർന്ന് രേവതിയോട് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു. ശേഷം ഷോറൂമിലെത്തി കാറ് കാണുന്ന സച്ചി ഇത് ഞാൻ വാങ്ങാനിരുന്ന വണ്ടിയല്ലേ എന്ന് ചോദിച്ച് സങ്കടപ്പെടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.